സാഫിയിൽ ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ദീക്ഷാരംഭ് 2025 എന്ന ഇൻഡക്ഷൻ പ്രോഗ്രാമിനോടൊപ്പം പുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതിയ യാത്രയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവരോട് ചോദിച്ചറിയാം. കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. വെറും എഡ്യൂക്കേഷൻ മാത്രമല്ല, അവളൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റും കൂടിയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോളെ ചേർത്തത്. സോ ഇവിടെ വരുമ്പം ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇവരെ മാനേജ്മെന്റിന്റെയും പിന്നെ പ്രിൻസിപ്പലിന്റെ ഒക്കെ സ്പീച്ചിലൂടെ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. എനിക്ക് കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ ടെൻഷൻസും അവർ നല്ലോണം ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം UG-യിൽ പുതിയ ഒരു സിലബസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൽ അവരെ കരിയർ അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൈക്കോളജി മേജറായിട്ട് എടുത്തത്, അപ്പോൾ മൈനറായിട്ട് അവർക്ക് താല്പര്യമുള്ളത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഫസ്റ്റ് ഡേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നെർവസ് ആയിരുന്നു, അതേപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം ഞാൻ ഓരോ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ എൻ്റെ പഴയ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒറ്റയ്ക്ക് വന്ന് പഠിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇന്നത്തെ നല്ല അടിപൊളിയായിരുന്നു. ഫാക്കൽറ്റീസ് ആയാലും നല്ല വൃത്തിക്കെല്ലാം ടെൻഷൻ എടുപ്പിക്കാത്ത രീതിയിലൊക്കെ പറഞ്ഞു തന്നു. കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വന്നത്. ഞാൻ അടുത്തത് മൾട്ടിമീഡിയ ആണ്. ഇക്കാര്യം താല്പര്യമുള്ളതുകൊണ്ടാണ് മൾട്ടിമീഡിയ എടുത്തത്. വന്നപ്പോൾ ഇത്രയും നല്ല ആംബിയൻസും ഇത്രയും നല്ല ഒരു ഭയങ്കര ഒരു പ്ലസന്റ് ഫീലിംഗ് കിട്ടുന്ന നല്ലൊരു കോളേജ്. പുറത്തേക്കുള്ള ഫീൽഡിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കും, അങ്ങനെയൊക്കെയുള്ള കുറെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഇത്രയും വർഷം കൊണ്ട് ഇത് കേരള റാങ്കിങ്ങിൽ 19th പൊസിഷനിലെത്തുകയും 30ഓളം ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുകയും അങ്ങനെ വളരെ വലിയൊരു കോളേജ് മാറിയിട്ടുണ്ട്. എന്നാലും ഇവിടെ എത്തിയപ്പോൾ സിവിൽ സർവീസ് ആയിട്ടും കുറേ ജോബ് ഫെസിലിറ്റീസ് ആയിട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്താ സന്തോഷം തന്നെ. നല്ല കോളേജാണ്, പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല കമ്പനി ആയിട്ട് അവരുടെ താല്പര്യത്തിനാണ് പറഞ്ഞത്. അപ്പം മോൾക്ക് സൈക്കോളജിനെ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇവിടെയാണ് കൂടുതലും അവൾക്ക് മെച്ചമായിട്ട് തോന്നുന്നത്. ഒരു നല്ല മോളാക്കി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാക്കി തീർക്കണം. നമുക്ക് നാളെ എപ്പോഴല്ല നമ്മളില്ലെങ്കിലും അവൾ ഈ നാടിനും കൂടി ഒന്നും കൂടി എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോളാവണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. പുതിയ തുടക്കങ്ങൾ എപ്പോഴും പ്രതീക്ഷ നിറഞ്ഞതും ആവേശപൂർണവുമാണ്. പുതുതായി വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം നേരുന്നു.